നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ജൂൺ 30-നുള്ളിൽ നിങ്ങളുടെ റിലേഷനിൽ, നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള എനർജിയിൽ എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളുടെ റിലേഷൻ പോകുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചോ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചോ മറ്റു പാസ്റ്റിലെ എനർജികളെ സംബന്ധിച്ചോ എന്ത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാനും അതിനനുസരിച്ച് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാനും സാധ്യതയുണ്ട്. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു വഴിക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു വെയിറ്റിംഗ് എനർജിയുടെ പ്രസൻസ് ആണ് കറൻ്റ്ലി നമുക്ക് ഒരു റിലേഷനിൽ കാണുന്നത്. ഒരു കാത്തിരിപ്പാണ്. പക്ഷേ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് അല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു നിങ്ങളൊരു കാണാൻ മറയത്തെന്ന് പറയാം. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഫീലിങ്സ് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമാകുന്ന ഫൈറ്റിങ്ങുകൾ കഴിഞ്ഞു പോയൊരു ബന്ധമായിരിക്കാം. കറൻ്റ്ലി വലിയൊരു തടസ്സം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട്. ആ തടസ്സത്തെ മറികടക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. കാരണം എത്ര പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ആ പ്രശ്നത്തെ മറികടക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ ബന്ധം കടന്നു പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം സെപ്പറേഷൻ്റെ പീരീഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വളരെ ശക്തമാകുന്ന ഒരു സെപ്പറേഷനിലാണ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട്. അതായത് നോ കോണ്ടാക്റ്റ് എനർജിയാണ്, ബ്ലോക്കിംഗ് എനർജിയാണ്. പ്ലസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു രീതിയിലും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന, ആ വ്യക്തി ഏത് അവസ്ഥയിലാണ് പോകുന്നത്, എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു ഫയർ എനർജി ഉണ്ട്. നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ആ വ്യക്തിയിലേക്കൊന്ന് എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ, ആ വ്യക്തിയെക്കുറിച്ചൊന്ന് അറിയാൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ആ വ്യക്തിനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് ആഴത്തിൽ ആഗ്രഹിക്കുന്നുകൊണ്ട് നിങ്ങളുടേതാകുന്ന എല്ലാ കാര്യങ്ങളെയും മറന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിലേക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും എല്ലാ ശരിതെറ്റുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ വന്നത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ ഉണ്ടായത്. അതുവരെ ഏറ്റവും പവർഫുള്ളായിട്ട് ഹാപ്പിനെസ്സോടുകൂടി മറന്ന ഒരു സന്തോഷത്തോടു കൂടി കടന്നുപോയ ബന്ധത്തിൽ മൂന്നാമതൊരാളുടെ പ്രസൻസ് തന്നെയാണ് എല്ലാത്തിനെയും തകിടം മറിച്ചതെന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് സമാധാനപരമായിട്ട് മുന്നോട്ടേക്കൊരു എനർജി, ഒരു തുടക്കം ഉണ്ടായിരുന്നു എങ്കിലെന്നാണ് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് നൈറ്റിൻ്റെ എനർജി കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നൈറ്റ് എനർജി എന്ന് പറഞ്ഞാൽ അവരും അത് തന്നെ ആഗ്രഹിക്കുന്നു.
തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ അവരും ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളിൽ നിന്നും അകന്നിരുന്നു കൊണ്ട് അവരും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരും പാസ്റ്റ് എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അവരും വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. വൈകാരികമാകുന്ന കാര്യങ്ങളെ ഈ ഒരു പേഴ്സൺ കുറേ കാലങ്ങളായിട്ട് കൺട്രോൾ ചെയ്തിരുന്നു. അതായത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസ് ഇല്ലായിരുന്നു. യാതൊരു രീതിയിലും ഇമോഷണലി ആ വ്യക്തി കണക്റ്റഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ആ വ്യക്തിയിൽ നിന്നും ഹീലായി പോയിരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അവിടെ നിന്നും അവർ ബുദ്ധിപൂർവ്വം യുക്തി അനുസരിച്ച് കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സെപ്പറേഷൻ ഉണ്ടായ കാരണമെന്നാണ് കാണുന്നത്. അതായത് കുറച്ചൊക്കെ ആ വ്യക്തി മനസ്സിലാക്കി ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, പ്ലസ് തേർഡ് പാർട്ടി പ്രസൻസിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രമിച്ചത്, അവിടെ കൂടുതൽ പോസിറ്റീവ് ഫീൽ ചെയ്തത്, ഇതെല്ലാം നിങ്ങൾക്കിടയിൽ വലിയ ശക്തമാകുന്ന ഒരു ബൗണ്ടറിക്ക് കാരണമായി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം അവരെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതായത് നമുക്ക് ഉടനെ തന്നെ ആ വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിൽ ആ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളെ അവർക്ക് ഏത് രീതിയിലും ചൂസ് ചെയ്യാമായിരുന്നു. നിങ്ങളോട് ദേഷ്യപ്പെട്ടാലോ, നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ടാലോ ഒന്നും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും വിട്ടുപോകില്ല എന്നുള്ളൊരു ഫീലിങ്സ് ഈ വ്യക്തിയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഫ്രീഡത്തോടു കൂടി, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളോട് എന്തും പറയാൻ അവർക്ക് മടിയില്ലായിരുന്നു. നിങ്ങളോട് എത്രത്തോളം മോശമായിട്ട് പെരുമാറാനും മടിയില്ലായിരുന്നു. നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചാലും അവർക്കതിൽ കുറ്റബോധവും ഇല്ലായിരുന്നു. കാരണം അവർക്കറിയാം നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ്, നിങ്ങൾ ആ പേഴ്സണിൽ നിന്നും വിട്ടുപോകുകയില്ല. ആ വ്യക്തി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലോകമെന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ അവർ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറി ഇപ്പം അവരുടെ ഉള്ളിൽ ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കണം, നീതിപൂർവം കാര്യങ്ങളെ കാണണം. ആക്ഷൻ എടുത്താൽ പോരാ, എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അത് ഒരു ലോങ് ടൈം സക്സസ് ഉള്ള എനർജിയിലായിരിക്കണം എന്നൊക്കെ അവരിപ്പം കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഒരു വെല്ലുവിളിയായിട്ട് ഒരു ഫെമിനിയൻ, ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഒരു പക്ഷേ ഒരു വിഡോയായ സ്ത്രീയുടെ എനർജി ആവാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുമൊക്കെ നല്ലൊരു പ്രൗഡായ, ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന, വളരെയധികം എന്താ പറയുക, ഒരു പവർഫുള്ളായ, അതായത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, ഭയമില്ലാത്തൊരു ലേഡി പ്രസൻസ് ആവാം. അതല്ല എങ്കിൽ ഈ വ്യക്തികളുടെ ഫാമിലി എനർജി ആവാം, മദർ എനർജിയെ കണക്റ്റഡ് ആകുന്ന, അതിന് തുല്യമാകുന്ന പ്രസൻസ് ആവാം. എന്താണെങ്കിലും ഒരു ശക്തയായ ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതിനും അതുപോലെ തന്നെ ബൗണ്ടറി ഇടേണ്ടി വന്നതിനും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബ്ലോക്കാക്കി കളയുന്നതിനും കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്. ജനുവരി മാസത്തിൻ്റെ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട്. നമുക്ക് ഈ മാസത്തിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഒക്കെ ജനിച്ച മാസമാണ് കേട്ടോ. ഈ ഒരു മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് പ്രാധാന്യമുള്ളത്, നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് പ്രാധാന്യമുള്ള മാസങ്ങളാണിതൊക്കെ. അപ്പോൾ അത്രയും ശക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്ന, ആ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത്, അത് അങ്ങനെ പെട്ടെന്ന് കണ്ണു വെട്ടിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിനെ എതിർത്തുകൊണ്ടോ ഒന്നും നിങ്ങളിലേക്ക് വരിക എന്നത് അസാധ്യമാണ്. നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്കിവിടെ എനർജിയിൽ പറയാൻ പറ്റുന്നത് അവർക്ക് കരുണയോ സ്നേഹമൊന്നും അല്ല നിങ്ങളോട് കൂടുതലുള്ളത്, ആധിപത്യമാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിയുടെ കൺട്രോളിൽ നിർത്തി നിങ്ങളെ ആ വ്യക്തിക്ക് ഭരിക്കണം എന്നുള്ളൊരു ഫീലിങ്സാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നിക്കുന്നത്. ഇമോഷൻസിനോടോ കരുണയോടോ ഒന്നും അവിടെ സ്ഥാനമില്ല. നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിൽ നിർത്തണം, അല്ലെങ്കിൽ അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മേലെ ഭരിക്കണം
നിങ്ങളെ അവരുടെ അടിമയെ പോലെ നിർത്തണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും തന്നെ അവർക്ക് തോന്നുന്നില്ല. ഒരു വൈരാഗ്യ ബുദ്ധിയുടെ ഒരു പ്രസൻസ് കൂടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആവാം ഇവരുടെ ഉള്ളിലൊരു വൈരാഗ്യമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവരെത്രത്തോളം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാലും എപ്പോഴും ഒരു ശ്രദ്ധ വേണം. കാരണം സ്നേഹത്തിനേക്കാളും അപ്പുറം എൻ്റെ ഉള്ളിൽ വേറെ ചില കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനിൽ. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചത് അവിടെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഒരു ഉൾവിളി ലഭിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആ ഒരു പേഴ്സണിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അവരെപ്പോൾ വന്നാലും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ എപ്പോഴും ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് വന്നാലും നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതൊരു ഫ്യൂച്ചർ ഉണ്ട്. ഈ ഒരു ബന്ധത്തിലൊരു ഫ്യൂച്ചറിന് ഉള്ള യോഗമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചറിന് യോഗമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും എന്നുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് അവർ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാമതൊരു സിറ്റുവേഷൻസ് കൂടി ഉണ്ടാകും അവരുടെ ലൈഫിൽ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, മനസ്സിലാക്കുക, കരുണ കാണിക്കുക വളരെ ഡിഫിക്കൽറ്റിയാണ് കേട്ടോ. വളരെ സ്ട്രോങ് ആണ്. യാതൊരു രീതിയിലും എത്രത്തോളം ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് യാചിച്ചാൽ പോലും മനസ്സുരുകാത്ത തരത്തിൽ അത്രത്തോളം ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് പറയാൻ സാധിക്കും. അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു എനർജി ഈ വ്യക്തിയിൽ അമിതമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അതൊക്കെ മേലെയുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു രാജകീയ പ്രൗഢിയാണ് എപ്പോഴും മനസ്സിനകത്ത്. അവരുടെ മൈൻഡ് സെറ്റ് തന്നെ ഒരു പവർഫുള്ളാണ്. ഞാനാണെല്ലാം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, എനിക്കതിൻ്റെ താഴേക്ക് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാളോട് എനിക്ക് കരുണയും ദയയും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എപ്പോഴും മനസ്സ് കൊണ്ടുപോകുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷനിൽ കാർമിക് സിറ്റുവേഷൻസ് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയേക്കുന്നതാണ്. അവിടെ നിന്നും ഉടനെ തന്നെ ഒരു ബാലൻസിലേക്കാണ് വരുന്നത്. അതായത് ഇത്രയും സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നും അയാൾ കുറച്ചെങ്കിലും ഒന്ന് ആ വ്യക്തി, ആ ഒരു പേഴ്സൺ ആരായാലും മസ്കുലിൻ ആയിക്കോട്ടെ ഫെമിനിൻ ആയിക്കോട്ടെ, ആ ഒരു എനർജി ഒരു ബാലൻസിലേക്ക്, കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനും ഉള്ള ഒരു എനർജിയിലേക്ക്, അതായത് ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിനെ പിടിപെടുന്നുണ്ട് കേട്ടോ. അതൊരു അവിടെയും ഒരു ഈഗോയാണ്, ഇമോഷണൽ ഈഗോയാണ്. സ്നേഹം, നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിക്ക് ലഭിക്കുന്നതിൽ ആ വ്യക്തി ഹാപ്പിയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതായത് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ള ഒരു ടെൻഷൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കണക്റ്റഡ് ആകുന്നുണ്ട്, ഈ ഈഗോയുടെ പുറമേ തന്നെ. അതായത് നിങ്ങളെപ്പോഴും ആ വ്യക്തിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ വ്യക്തിക്കൊരു ഹാപ്പിനെസ് ആയിട്ടാണ്, മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഫീലിങ്സ് ആണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധം തകർന്നതുപോലും ഈ ഒരു വ്യക്തി ഇമോഷൻസിനെ ഹൈഡ് ചെയ്തതുകൊണ്ടാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയെങ്കിലും നിങ്ങളോട് പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷനിൽ ഒരു വീഴ്ച സംഭവിക്കില്ലായിരുന്നു. ഇത് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ഇപ്പം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് വരിക എന്നത് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. കൂടാതെ തന്നെ ഒരു പുതിയ തുടക്കം വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. ഈ ബന്ധം പൂർണ്ണമായിട്ടും
തകർത്ത് കളഞ്ഞ സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റിലേഷനിൽ ഒരു തകർച്ച വരുത്തിയതായിട്ടും കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത തന്നെ മാനിഫെസ്റ്റേഷനായി തീരുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരു പുതിയ തുടക്കം വേണോ, നിങ്ങളെ കണക്റ്റ് ചെയ്യണോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, ഇതൊരു ഹെൽത്തി റിലേഷൻ ആണോ, ഹെൽത്തി ആയിട്ട് പോകുമോ, പാസ്റ്റിൽ നല്ല രീതിയിൽ സ്നേഹിച്ച രണ്ട് വ്യക്തികളുടെ എനർജിയാണ് ഇപ്പം നമുക്ക് ഈ കാണുന്നത്. ഈ ബന്ധം വേണോ, ഇത് പോസിറ്റീവാണോ, ഇതിനകത്തൊരു പുതിയ തുടക്കം ഉണ്ടായാൽ അതിന് ഗുണമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വളരെ ശക്തമായിട്ട് ഇവരെ പിടിപെടുന്നുണ്ട്. പക്ഷേ ആ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ചുള്ള എപ്പോഴുമുള്ള ഒരു ഓവർ തിങ്കിങ് തന്നെ മാനിഫെസ്റ്റേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ഫീലിങ്സ് അവർക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. ഈ ബന്ധം ഒരു നിസ്സാരമായ ഒരു തമാശയായ ഒരു റിലേഷൻ അല്ല. ഇതിനകത്ത് അയാൾ എത്ര ബൗണ്ടറി ഇടുമ്പോഴും, ആ ഒരു പേഴ്സൺ എത്രത്തോളം ബൗണ്ടറി ഇട്ടാലും ഈ ബന്ധം എപ്പോഴും കണക്റ്റഡ് ആകുന്നു. ഒരു പക്ഷേ ഓർമ്മകളായിട്ടാവാം, മറ്റു ചില പ്രസൻസുകളാവാം, എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്യപ്പെടുന്നു ഈ വ്യക്തിയിലേക്ക്. ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിയിലേക്ക് അറിയാതെ എപ്പോഴും ചെന്ന് അവർ മാറിക്കളയാനും വിട്ടുകളയാനും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഹീലാവാനും ശ്രമിക്കുമ്പോഴും ശക്തമായിട്ട് ഇവരിലേക്ക് കണക്റ്റഡ് ആകുന്നു. ഇവർ ശരിക്കും ഇതിനകത്ത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് പോയവരുടെ എനർജി ഉണ്ട് കേട്ടോ. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഉണ്ട്. നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ഒന്നിലധികം വ്യക്തികളോട് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റിംഗ് ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി വാദിച്ച പലരോടും ഈ വ്യക്തി ഫൈറ്റിംഗ് ചെയ്ത് ശത്രുഭാവത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളിൽ തട്ടി വരുന്ന ഒരു ഫീലിങ്സ്, ഇതെന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണല്ലോ, എവിടെയോ എന്തോ ഒരു കാര്യം കിടപ്പുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അവർ. ചില സമയങ്ങളിൽ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമായി എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്നൊരു ബർഡൻ നിങ്ങൾക്ക് വയ്യ എന്ന് പോലും തോന്നി നിങ്ങളിത് എങ്ങനെ ഇറക്കി വെക്കും, ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എങ്ങനെ ഒന്ന് പുറത്ത് കടക്കും, ഏത് രീതിയിൽ ഒരു സമാധാനം കണ്ടെത്തും, എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്കും ഈ ഒരു ഓർമ്മയിൽ നിന്നോ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നോ മാറാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ കടന്നു പോയി എങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ഗുണകരമാകുന്നു. അതായത് നിങ്ങളുടെ മനസ്സ് ഹീലാവുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു ഒറ്റപ്പെട്ട എനർജിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, ആരുടെയും ആശ്രയമില്ലെങ്കിലും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് ന്യൂ ബിഗിനിങ് വരുന്നു. അതായത് ആ ഒരു ബൗണ്ടറിയൊക്കെ ഉപേക്ഷിക്കുന്നു. ഇമോഷണലി അവർ നിങ്ങൾക്ക് നേരെ വെച്ചിരുന്ന ബൗണ്ടറി അവരെടുത്തു മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവരും കുറച്ചൊക്കെ ആ ഒരു ഒറ്റപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ചതിക്കപ്പെടുന്നതിൻ്റെ ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. 2 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഭയങ്കര നിരാശയൊക്കെ ഇടയ്ക്ക് കൂടുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം തെറ്റു പറ്റി എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. പിന്നെ മാത്രവുമല്ല നിങ്ങളെ ഒരു ട്രാപ്പ് എനർജിയിൽ നിങ്ങളെ ബന്ധിപ്പിച്ച പോലെ ആക്കി കളഞ്ഞു എന്നുള്ളൊരു കുറ്റബോധവും അവരുടെ ഉള്ളിലുണ്ട്. അതായത് മറ്റൊരു മറ്റൊരു വ്യക്തിയോട് ചെയ്തത് തെറ്റാണെന്നും മാത്രമല്ല നിങ്ങളോടൊരു അഡിക്ഷൻ ഫീലിങ്സ്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും നിങ്ങളെ ബന്ധിച്ചു എന്നുള്ളത്, അതായത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ലൈഫിനെയും എല്ലാം ഇത് ഈ ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് മറ്റൊരവസ്ഥയിലേക്ക് ആക്കി കളഞ്ഞു എന്നുള്ള കുറ്റബോധമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ദ മജീഷ്യനും ക്യൂൻ ഓഫ് വാൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ കേട്ടോ. ഒരു പക്ഷേ പാടില്ലാത്ത രീതിയിലുള്ള, അതായത് അരുത് എന്നുള്ള ചില കാര്യങ്ങൾ പോലും ആ വ്യക്തിയുടെ സമയത്തെയും ആ വ്യക്തിയുടെ സാഹചര്യത്തെയും ഒക്കെ നിലനിർത്താനായിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്ലാക്ക് മാജിക് പോലുള്ള ചില കാര്യങ്ങളുടെ പ്രസൻസ് ഒക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ
കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. ഏതിന് പ്രാധാന്യം കൊടുക്കണം, അതായത് 2 സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് തന്നെ ഈ വ്യക്തിയിലുണ്ട് കേട്ടോ. അതായത് മറ്റൊരു ലേഡിയുടെ അല്ലെങ്കിൽ മറ്റൊരു മസ്കുലൻ എനർജിയുടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഈ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയിൽ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ഇവരെ. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് ആക്കുന്നുണ്ട്. ശരിക്കും നിരാശയാണ് അവരെ സംബന്ധിച്ച്. അവർ നിൽക്കുന്നിടത്ത് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കുന്നില്ല. ഒരു റോങ് ഫീലിങ്സ് ആണ് അവരിലുള്ളത്. അവരുടെ മനസ്സിൽ ഒരു ജസ്റ്റിസ്, അതായത് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ നീതി നടപ്പിലാക്കിയേ പറ്റൂ, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞേ പറ്റൂ, നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങളോട് വിളിക്കുകയോ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളോട് ക്ഷമാപണം നടത്തുകയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഈ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു സെക്കൻഡ് ചാൻസ് പോലെ, ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻസിൽ തന്നെ ഒരു സെക്കൻഡ് ചാൻസ് പോലെ ഈ ഒരു എനർജി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടോക്സിക് ഫീലിങ്സിൽ നിന്നും ഇപ്പം അല്ലാതെ ഒരു അട്രാക്ഷൻ ഫീലിങ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളോടൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ക്യൂരിയോസിറ്റിയോട് കൂടി. അതായത് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങൾ എങ്ങനെ പോകുന്നു, നിങ്ങൾ എന്ത് വെല്ലുവിളികളാണ് നേരിടുന്നത് എന്നൊക്കെ അയാൾ ഇങ്ങനെ വളരെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം പ്ലസ് നിങ്ങളോട് വല്ലാതെ ഒരു അഡിക്ഷൻ ഫീലിങ്സ് തോന്നുന്നുണ്ട്. അതായത് ഒരു ഫാമിലി എനർജി ആയിട്ടൊക്കെ നിങ്ങളെ ഒരു സമയത്ത് കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാവാം. അതിനിടയിൽ തടസ്സങ്ങൾ വന്നു പോയ ഒരു സാഹചര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന തടസ്സം വന്നു, മൂന്നാമതൊരു സിറ്റുവേഷൻസ് വന്നു എന്നുള്ളതാണ് കാണുന്നത്. നല്ലൊരു ഹാപ്പി ഫാമിലി പോലെ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമാകുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള എനർജി കണക്ഷൻ, അത്രത്തോളം ബോണ്ടുള്ളൊരു എനർജി കണക്ഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വെച്ച് നോക്കുമ്പം ഇപ്പം അതിനകത്തൊക്കെ ബ്ലോക്ക് വന്നെങ്കിലും നിങ്ങളോടൊരു അഡിക്ഷൻ ഫീലിങ്സ് ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഉടനെ വരുന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റീയൂണിയൻ അപ്പുറത്തേക്ക് നമുക്ക് ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് ആ ഒരു വ്യക്തി മനസ്സ് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും അത് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു സമാധാനമില്ലായ്മയാണ്. എന്താ പറയുക, ഒരു സ്ട്രെസ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ.